അയാൾ ആ കുഞ്ഞിനെ പോലും എനിക്ക് തന്നില്ല എന്നുള്ളതിൽ വേറെ വഴിയില്ലാത്തത് കൊണ്ടല്ലെങ്കിൽ ഞാനത് ചെയ്യൂലായിരുന്നു. പക്ഷെ എൻ്റെ അവസ്ഥ നാക്കിൽ ക്യാൻസർ ഉണ്ടല്ലേ? ചേച്ചി ഇതെന്തോ നോക്കുന്നത്? ആരുടെ ഫോട്ടോ ഇത്? ഇതെൻ്റെ മോന്. എൻ്റെ മോനായിട്ട് ഇത് എല്ലാം ഒരാൾ തന്നെയാണോ? ഇത് എത്രാമത്തെ വയസ്സില്? ഇത് 6 മാസമായപ്പോൾ എടുത്തത്. ഇത് 1ാം ക്ലാസ്സിൽ പോയപ്പോൾ എടുത്തത്. ഇനിയുണ്ട് അവൻ്റെ ഫോട്ടോ, അവൻ്റെ സ്കൂളിലെ സർട്ടിഫിക്കറ്റ് ചെയ്ത്. അവൻ്റെ സ്കൂളിൽ ബെസ്റ്റ് സ്റ്റുഡൻറ്റ് വരെ ആയിരുന്നു. അവാർഡ് വരെ വാങ്ങിച്ചത് മോന് സ്കൂളിൽ. ഈ ഫോട്ടോ നോക്കി ഇരിക്കുവാണ് ഇപ്പൊ എപ്പോഴും. മോൻ എന്ത് പറ്റി ചേച്ചി? മോൻ അവൻ്റെ അച്ഛൻ കൊണ്ടുപോയി. അച്ഛൻ കൊണ്ടുപോയോ? എന്തിനാ അച്ഛൻ അച്ഛൻ്റെ കൊടുത്തുവിടെ? എന്തിനാ മോനെ കൊണ്ടുപോയില്ലെന്നുണ്ടെങ്കിൽ പിന്നെ എനിക്ക് ശല്യമാവുമായിരുന്നു. കാരണം ഞാനില്ല. മകന് ശക്തി ഉണ്ടെന്ന് പറയുന്നില്ലേ? ആ, മകന് എൻ്റെ കൂടെ നിന്നാൽ അവൻ്റെ ശക്തി നഷ്ടപ്പെടും. അപ്പം മകന് എൻ്റെ കൂടെ നിൽക്കണ്ട, അവൻ്റെ കൂടെ നിൽക്കണമെന്ന് ഏതോ ഒരു മന്ത്രവാദി പറഞ്ഞു. ഏതോ പറഞ്ഞു കൊടുത്തു. അപ്പം മോനെ വേണമെന്നുള്ള പ്രശ്നമായി. പിന്നെ എനിക്ക് സ്വസ്ഥത ഇല്ലാതെ വന്ന് എന്നെ ജീവിക്കാൻ സമ്മതിക്കാതെ വന്നപ്പോൾ പോലീസ് സ്റ്റേഷൻ വഴി ഞാൻ മോനെ അയാൾക്ക് കൊടുത്തു. അപ്പോൾ ഒരു അമ്മ ഏറ്റവും വലിയ കണ്ണീരോടെ സ്വന്തം മകനെ കൊടുക്കുകയാണ്. എനിക്ക് വേറെ നിവൃത്തിയില്ലാതെ സ്വന്തം കൊടുത്തു. സ്വന്തം മകനെ അയാൾ വിചാരിച്ചിരിക്കുകയാണ് ഈ വീണ ചേച്ചി സ്വന്തം അമ്മയുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ കൊച്ചിൻ്റെ ശക്തി നഷ്ടപ്പെടും. ആ കൊച്ചിന് എന്തോ ശക്തിയുണ്ട്, അതുകൊണ്ട് ആ ശക്തി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി അയാൾ കൂട്ടിക്കൊണ്ടുപോയി അല്ലേ? പിന്നെ ആൺകുട്ടിയല്ലേ, നാളെ വലുതായി അവന് സ്വന്തം കാലിൽ നിൽക്കാതായി. അപ്പം അവനെ കൊണ്ട് അവന് എന്തൊക്കെയോ ഇങ്ങനെ ഒരു വലിയ സ്വപ്നം അവന് കണ്ടു. അപ്പം മോൻ എൻ്റെ കൂടെ വേണം. ശക്തി വല്ലതും ഉണ്ട്, കഴിവല്ലോ ഉണ്ട് അയാൾക്ക് ഉണ്ടോന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അയാൾ മുറിയിൽ പൂർത്തി അകത്തിരുന്ന് മുറിക്കകത്തിരുന്നു പൂജ ചെയ്യുന്നതാണ്. രാത്രി പുറത്ത് കൊണ്ടുപോയി കത്തിക്കുന്നതെല്ലാം ഞാൻ കാണാറുണ്ട്. ഞാൻ പക്ഷെ അതൊന്നും ചോദിക്കാറില്ല. കാരണം നമുക്കതിന് എനിക്ക് തന്നെ മെന്റലി എനിക്ക് തന്നെ ഒരു വല്ലാത്തൊരു ഇതായിപ്പോൾ ഇയാൾ കാണിക്കുന്നത് അയൽവക്കത്തുള്ളവർ എന്നെ. പക്ഷെ എനിക്കൊന്നും മിണ്ടാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോൾ പിന്നെ നിവൃത്തിയില്ലാതെ വന്നപ്പോൾ ഞാൻ ഒഴിവാക്കേണ്ടി വന്നു. എൻ്റെ ദേഹത്ത് കൈവച്ചപ്പോൾ ഞാൻ ഒഴിവാക്കി. ഏത് മന്ത്രവാദി പറഞ്ഞു വിടുന്നത്? അയാൾക്ക് എവിടെയല്ലോ ഉണ്ടോ അവിടെയല്ലോ, അതൊന്നും പറഞ്ഞാൽ എനിക്ക് തന്നെ അറിയില്ല. ഇങ്ങനെ പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യുക. ഈ ഇയാളുടെ ദേഹത്ത് ദൈവിക ശക്തി ഉണ്ടെന്ന് അയാളെ വിചാരിക്കുന്നു. മറ്റുള്ളവർ അയാളെ പറഞ്ഞു ബസ്സിരിക്കുന്നതും അങ്ങനെയാണ്. കാസർഗോഡ് വരെ ആരുടെ പ്രേമകുമാറിനെ പറഞ്ഞ് മനസ്സിലാക്കി. പ്രേമകുമാറെ, നിന്റെ ദേഹത്തൊരു ശക്തിയുണ്ട്, ഈ സ്ത്രീയോടൊപ്പം ജീവിച്ചാൽ നിന്റെ ശക്തി നഷ്ടപ്പെടും, നിനക്ക് കിട്ടാനുള്ള സ്വർഗം നഷ്ടപ്പെടും എന്നൊക്കെ പറയും. ഏതോ മന്ത്രവാദി പുള്ളിയെ ബ്രെയിൻ വാഷ് ചെയ്തു. അതുകൊണ്ട് പുള്ളി ഇവിടെ ഇവർ കൊടുക്കുന്ന ആഹാരവും വെള്ളവും ഈ കൂടെ കിടക്കുന്നത് പോലും ഇല്ല. അതാണ് ഏറ്റവും വലിയ രസം എന്ന് പറയുന്നില്ലേ? അതുപോലും പേടിയാണ്. അത് നമ്മളെന്തോ എൻ്റെ ശരീരത്തിൽ എന്തോ ഇതുണ്ട്, അത് അയാളെ ചേർന്നുള്ളൊരു പേര്. ചേച്ചിയുടെ നെഗറ്റീവ് എനർജി അങ്ങോട്ട് കയറുന്നു. കഷ്ടം. നോക്ക് എന്തോ ഇങ്ങനെ ഇങ്ങനെ വിശ്വാസം ഉണ്ടോ? എനിക്കറിയില്ല. ഇത്രയും പുരോഗമിച്ച ഈ കാലഘട്ടത്തിൽ അയാളൊക്കെ ഇങ്ങനെ ജീവിക്കുന്നത് വിശ്വാസം ഇപ്പോഴും. ഞാൻ എന്നിട്ട് ഡോക്ടേഴ്സ് കൊണ്ടുപോയി അയാളെ നേരെ ആക്കാൻ വേണ്ടി. പക്ഷെ അയാളുടെ ഡോക്ടർ പറയുന്നത് ഇന്ന് ഒരിക്കലും അയാളെ തിരിച്ച് കൊണ്ടുവരാൻ പറ്റില്ല. ഒന്നിൽ ഇയാളെ കൊല്ലും, അല്ലെങ്കിൽ ഇയാളെ അയാളെ കൊല്ലും. ഞങ്ങൾ രണ്ടിൽ ആരെങ്കിലും ഒരാൾ. ഞാൻ കൊല്ലാൻ വേണ്ടി നെഗറ്റീവ് എനർജി ഉണ്ടോ? എനിക്ക് ഇതുവരെയും തോന്നിയിട്ടില്ല. എങ്കിൽ ഞാൻ ഇപ്പോഴും ഇത്തരത്തിൽ ഞാൻ ജീവിച്ചില്ല. ഞാൻ ഒറ്റയ്ക്ക് ഒരു വീട്ടിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ ആരോട് വേണോ ചോദിച്ചു നോക്കിയിട്ട് ഞാൻ എന്താണെന്ന് ഇവിടെ ഉള്ളവർ പറഞ്ഞു തരും. ഇതൊരു പിശാചാണ്. എനിക്ക് എന്തോ ഒരു ദുർമന്ത്രവാദിയുണ്ട്, അത് അയാളിൽ ചേരും. അപ്പൊ അയാളുടെ ദൈവശക്തി നഷ്ടപ്പെടും. അതുകൊണ്ടാണ് ബന്ധം കട്ടിയത് പോയത്. കൊച്ചിനെ പഠിച്ചിറക്കൊണ്ട് പോയി. ഇപ്പൊ എന്ത് ചേച്ചി അസുഖം എന്താ ഉള്ളത്? ഇപ്പൊ ക്യാൻസർ പേഷ്യന്റ് ആണ് അല്ലേ? ഇപ്പൊ എങ്ങനെ ജീവിക്കാനുള്ള മാർഗമൊക്കെ എന്തോ? ഇപ്പൊ എന്നെ എല്ലാവരും എന്നെ സഹായിക്കുന്നുണ്ട്. അവരുടെ ആ ഒരു സഹായം കൊണ്ട് ഇപ്പൊ ഞാൻ മുമ്പോട്ട് ജീവിതത്തിൽ ഒറ്റപ്പെട്ട സ്ത്രീയാ. ഇപ്പൊ ഞാൻ ഒറ്റയ്ക്കാണ്. മുകളിൽ ആശാസവും താഴെ ഭൂമിയിൽ മാത്രമേ ഉള്ളൂ. ഇപ്പം സ്വന്തമെന്ന് പറയാനായിട്ട് വേറെ ഒന്നും തന്നെ ഇല്ല. ഞാനൊരു വീട് സ്ഥലം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സ്വരുക്കോച്ച് വെച്ചതായിരുന്നു. പക്ഷെ അത് കരയേരി നമ്മൾ ഞാൻ പറഞ്ഞ ചേച്ചിയുടെ അവസ്ഥ കണ്ട് നമ്മൾ സഹായിക്കാൻ വേണ്ടി വന്നത്. കാര്യം ഈ ന്യൂസ് കാണുന്ന ആരെങ്കിലും ചേച്ചി സഹായിക്കട്ടെ. കാര്യം എന്ന് പറഞ്ഞാൽ ഈ ബീന ചേച്ചിയുടെ അവസ്ഥ ഭയങ്കര കഷ്ടമാണ്. കുറേ നാളായിട്ട് എന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം എന്തെങ്കിലും സഹായം ചെയ്യാൻ പറ്റുമോ? സ്വന്തം വരയില്ലാത്തതുകൊണ്ട് ആരും മുമ്പിലും പോയി കയ്യിൽ വെച്ചാൽ എന്നെ കൊണ്ട് പറ്റില്ല.
അല്ല ഞാൻ എന്ത് പറഞ്ഞ ഈ ചോദ്യം ചികിത്സിക്കാൻ നല്ല പൈസ ആവത്തില്ലേ? ഞാൻ ഇപ്പം എൻ്റെ കയ്യിൽ നിന്ന് 3,80,000 രൂപ ഹോസ്പിറ്റലിലും എൻ്റെ ട്രീറ്റ്മെൻറ്റിനും മാത്രമായി. അതല്ല എൻ്റെ കയ്യിൽ നിന്ന് തന്നെയാണ് പോയത്. ഞാൻ കല്ലിൽ വെച്ചിരുന്നത് എല്ലാം എൻ്റെ അസുഖത്തിന്. സ്വന്തം വീട്ടിലെടുത്ത് പോകാത്ത എന്താ? അച്ഛനും അമ്മയും ഇല്ലേ? അച്ഛനും അമ്മയില്ല, ഇല്ല, മരിച്ചുപോയോ? രണ്ടുപേരും പോയി. രണ്ടുപേരും പോയി. പിന്നെ ആരാ ഉള്ളത് ഇപ്പം? സഹോദരങ്ങളുണ്ടോ? സഹോദരൻ മാത്രമുണ്ട്. പക്ഷേ ഇല്ല, ഞാൻ ആദ്യത്തെ പോകുന്നില്ല. അല്ല, പോയവർ സ്വീകരിക്കൂ? സഹോദരൻ സ്വീകരിക്കത്തില്ല, പുറന്തള്ളിയതാ. ഇയാളോട് ഇറങ്ങി വന്നോണ്ട് ആണോ? ഇയാളോട് ഇറങ്ങി വന്നോണ്ട് പുറന്തള്ളിയതാ? അതെ. അതിനുശേഷം ഞാൻ പോയിട്ടില്ല. എന്തായാലും ഇനി പോവില്ല എന്ന് ഞാൻ തീരുമാനിച്ചത്. കാരണം ഞാനകത്ത് ഇറങ്ങി പോയതാണ്. അവരെന്നെ ഇറങ്ങി വിട്ടതല്ലല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു ഇനി എന്തായാലും ലാസ്റ്റ് വരെ ഇനി അങ്ങനെ തന്നെ പോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. അവരാരും ബുദ്ധിമുട്ടിട്ടുണ്ട്, ആരും ശല്യപ്പെടുത്തുന്നുണ്ട്. ഈ രോഗം വന്ന കാര്യമൊക്കെ പുള്ളിക്ക് അറിയാമോ? അറിഞ്ഞിട്ടുണ്ടാവും. എന്നിട്ട് പോലും ഒരു സഹായം പോലും ഒന്നുമില്ല. ഈ മകനെ കാണുന്ന ആഗ്രഹമില്ലേ? ഞാൻ പോയായിരുന്നു മോനെ കാണാൻ വേണ്ടി 2 വർഷം പോയായിരുന്നു. ഞാൻ അവൻ്റെ ബർത്ത്ഡേക്ക് ഇതുപോലെ ഏപ്രിൽ 12-ാം തീയതി അവൻ്റെ പിറന്നാളായിരുന്നു. അന്ന് ഞാൻ സാധനം മാറ്റി നിന്നിട്ട് ഞാൻ മോനെ കാണാൻ പോയപ്പം അവൻ എന്നെ കാണാൻ നിന്നില്ല. അവൻ്റെ അച്ഛൻ പറഞ്ഞു എന്നെ കാണരുത്, എന്നെ കാണാൻ നിൽക്കരുത്. ഞാൻ കൊണ്ടുപോയ സാധനം മാറ്റി കഴിക്കരുത്, ഞാൻ അതിനകത്ത് എന്തെല്ലോ ആശിച്ച് കൊണ്ട് കൊടുക്കുന്നതാണ്, അതുകൊണ്ട് ആ ഭക്ഷണം കഴിക്കരുത് പറഞ്ഞു. ആ കുഞ്ഞ് എൻ്റെ കയ്യിൽ നിന്ന് ആ സാധനം വാങ്ങിച്ചില്ല. അവൻ്റെ മനസ്സിൽ കയറി. അവൻ്റെ മനസ്സിനെ പറഞ്ഞു. അവനൊന്ന് പറഞ്ഞ അച്ഛനൊന്ന് പറഞ്ഞ ഭയങ്കര ഇതാണ്. അവൻ അച്ഛൻ പറയുന്നതിൻ്റെ അപ്പുറം ഒന്നുമില്ല. പക്ഷെ അവനൊന്നും മാറ്റി കൊടുത്തിട്ടില്ല. പക്ഷെ എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല. പക്ഷെ ഒരു വല്ലാത്തൊരു അവരുടെ അച്ഛനും മോനും തമ്മിൽ വല്ലാത്തൊരു. അല്ല, അവനെയും ചെറുപ്രായത്തിൽ അങ്ങനെ അവൻ്റെ മനസ്സിൽ കയറ്റി. നെഗറ്റീവ് എനർജിയാണ്. ചേച്ചി നെഗറ്റീവ് എനർജിയാണ്, അടുക്കരുത്, നിന്റെ ശക്തി നഷ്ടപ്പെടുന്നൊക്കെയുള്ള രീതി അവന് ക്ലാസ് എടുത്തിട്ടാണ്. അവൻ അങ്ങനെ പറഞ്ഞ് അവൻ്റെ മനസ്സിനെ മാറ്റി അവനും മാനസികമാറ്റി അവനും അതിലോട്ട് പോയി. എത്ര വർഷമായി മോനെ കണ്ടിട്ട്? ഇപ്പം 2 വർഷം. ഫോട്ടോ നോക്കട്ടെ. 2 വർഷം കഴിഞ്ഞു. 2 വർഷം. ഇപ്പൊ കാണുമ്പോൾ വിഷം വരത്തില്ലേ? ഇപ്പം ഞാൻ അന്ന് കണ്ടപ്പോഴത്തേക്ക് മെലിഞ്ഞു. എൻ്റെ ദിവസത്തിന് പോകുമ്പോൾ ഇന്നല്ല ഉണ്ടായിരുന്നത്, നല്ല തലയും മണ്ണെല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് ഞാൻ പോയപ്പം മെലിഞ്ഞു. അതുകൊണ്ട് കൊലക്കമ്പി പോലെ ഒരു വല്ലാത്തൊരു വേഷത്തിലായിരുന്നു ഞാൻ കണ്ടത്. ഇത് ശരിക്കും പറഞ്ഞാലേ ചേച്ചിയുടെ ജീവിതം നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു പാഠമാണ്. കാരണം വെച്ചാൽ ഈ ദുർമന്ത്രവാദം, അന്ധവിശ്വാസം കൊണ്ട് ജനങ്ങൾ ഇങ്ങനെ പൊറുതി മുട്ടുകയാണ്. നിങ്ങളുടെ ജീവിതം നശിച്ചത് ഈ അന്ധവിശ്വാസം കൊണ്ടല്ലേ? എന്നിട്ടും അവരെല്ലാം ഇതിന്റെ പുറകെ പോവുകയാണല്ലോ. അതാണ് അതിനേക്കാളും വലിയ. പറയുന്നതൊന്നും അവര് വിശ്വസിക്കും. പോകുന്നവര് എന്തായാലും അവരുടെ ലൈഫിൽ ഒന്നും അവര് സമ്പാദിക്കാൻ പോകുന്നില്ല. അവരുടെ സ്വസ്ഥത സമാധാനം ഇല്ലാത്തൊരു. ഞാൻ അതിന്റെ സാക്ഷിയാണ്. ഈ 17 വർഷം കൊണ്ട് ഞാൻ അനുഭവിച്ചതൊന്നും ചില്ലറയൊന്നുമില്ല. പക്ഷെ എൻ്റെ സാമ്പത്തികവും പോയി, ജീവിതവും പോയി. എനിക്ക് അതിൻ്റെ സങ്കടമില്ല. പക്ഷെ അയാൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഇത്രയെല്ലാം ചെയ്തിട്ടും അയാൾ ആ കുഞ്ഞിനെ പോലും എനിക്ക് തന്നില്ല എന്നുള്ളതിൽ എനിക്ക് വിഷമമില്ല. അയാൾ പോയി എത്ര ദിവസം പൂജയൊക്കെ ചെയ്യുന്ന ആളാണ് മനസ്സിലായത്? പണ്ട് മുതലേ ഉണ്ടായിരുന്നു. പക്ഷെ അപ്പോഴൊന്നും എനിക്കറിയില്ലായിരുന്നു. പക്ഷെ പോയി ഒരു 2-3 വർഷം കഴിഞ്ഞപ്പോൾ മുതലാണ് ശരിക്കും ഇത് ഇല്ലാതെ പോകുന്നത്. ജോലിക്കല്ല, ഞാൻ ഈ മന്ത്രവാദികളുടെ പോകുന്നത്. അവിടെ പോയി ഇരിക്കും. എന്നിട്ട് വൈകുന്നേരം ആകുമ്പോൾ അവർ കൊടുക്കുന്ന സാധനങ്ങളുമായിട്ട് വീട്ടിൽ വരും. ഇയാൾക്കൊരു കാല് വേദന വന്നാൽ, ഒരു കൈവേദന വന്നാൽ, ഒരു തലവേദന വന്നാൽ ഹോസ്പിറ്റലിൽ പോവില്ല. അയാൾ ആ സാമ്യം വിളിക്കും. അപ്പം നമ്മളെ മുമ്പിൽ ഇരുന്നിട്ടാണ് അയാളെ വിളിക്കുന്നത്. അത് ഒരുപാട് സ്ഥലത്ത് നെടുമങ്ങാട് എന്ന എത്രയോ പേരുണ്ട്. ഇയാളെ കാസർഗോഡ് മുതലേ ഇയാളെ ചെയ്യുന്നുണ്ട്. അപ്പം അവരെടുത്ത് പോവും, അവരെ വിളിക്കും. അവർ പറയും ഭസ്മം ഇട്ടാൽ അവരങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു. അപ്പം എന്തെങ്കിലും വെള്ളം മാറ്റി കുടിക്കില്ല, ആഹാരം കഴിക്കില്ല. ഞാൻ അതിലെന്തോ ചെയ്ത് കൊടുക്കുന്നു എന്നുള്ളത് അയാൾ അവർ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നതാണ്. അപ്പം അയാൾ പറയുന്നത് എന്താണോ അതാണ് ഇയാളുടെ വേദകാശം. ഞാൻ പറയുന്നത് നമ്മുടെ ജീവിതം പോയി, എൻ്റെ ജീവിതം, നമ്മുടെ കൊച്ചും പോയി, എല്ലാം പോയി. ശരിക്കും പറഞ്ഞാൽ ഇത് കാണുന്ന പ്രേക്ഷകർ ഞാൻ മാത്രമേ തീർച്ചയായിട്ടും നമ്മുടെ ബീന ചേച്ചി സഹായിക്കാൻ നല്ല മനസ്സുള്ള സഹായിക്കുക. കാരണം വേറെ ഒന്നുമല്ല, ജീവിതത്തിൽ ഒറ്റപ്പെട്ട ഒരു സ്ത്രീയാണ്. സ്വന്തമായിട്ടൊന്നും ഒരു വീട് ഒന്നുമില്ല. ഇത് വാടക എത്ര? 5000 രൂപ വാടക കൊടുത്തേക്കാണ് ജീവിക്കുന്നത്. അപ്പം നമുക്ക് എന്തായാലും ഇതിനകത്ത് അക്കൗണ്ട് നമ്പർ ചേച്ചിട്ട് കൊടുക്കാം. നല്ല മനസ്സുള്ള ആൾക്കാർ, ഒരുപാട് ആൾക്കാർ നമ്മുടെ പ്രോഗ്രാം കാണും. വഴിയില്ലാത്തതുകൊണ്ടല്ലെങ്കിൽ ഞാനത് ചെയ്യൂലായിരുന്നു. പക്ഷേ ഇപ്പം എൻ്റെ അവസ്ഥ കരച്ചിലിനകത്ത് എല്ലാം ഉണ്ട്. കാര്യം മന്ത്രവാദം, അന്ധവിശ്വാസം കൊണ്ട് ജീവിതം നശിച്ച, ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയ ഒരു
വ്യക്തിയാണ് ബിയൻ ചേച്ചി. തീർച്ചയായിട്ടും നല്ല മനസ്സുള്ള ഒരു ചേച്ചിയെ സഹായിക്കുക. ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് എല്ലാ ആഴ്ചയും പോകുന്നുണ്ടല്ലേ? ഇനിയിപ്പോൾ 16-ാം തീയതി അടുത്ത റിവ്യൂ ഒന്ന് പോകുന്നു. പോട്ടെ. ജോലിക്ക് പോകാൻ വേണ്ടി ഞാൻ നോക്കി. പക്ഷേ എൻ്റെ ശരീരം ഞാൻ ശരിക്കും ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയിട്ടില്ല. അപ്പം അത് എന്തെങ്കിലും കഴിച്ചോ? വല്ലതും വെച്ചോ? ഞാൻ രാവിലെ കഞ്ഞി വെച്ചു. പക്ഷേ കുടിച്ച് നോക്കണേ അതൊന്നും കുടിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ ഞാൻ പോയത്. അതുകൊണ്ടാണ്. കാരണം ശരിക്കും ഇതിനകത്ത് ഇരിക്കുമ്പോൾ വല്ലാത്തൊരവസ്ഥ പോകാൻ. നേരത്തെ നന്നായിട്ട് സംസാരിക്കുമായിരുന്നു ചേച്ചി? ഞാൻ നേരത്തെ നന്നായിട്ട് സംസാരിക്കും. നാക്കിൽ ഇതുണ്ടല്ലേ? നാക്കിൽ ക്യാൻസർ ഉണ്ടല്ലേ? കണ്ട് ഈ സൈഡാണ് കട്ട് ചെയ്ത് മാറ്റിയത്. കഴുത്തിലും ഉണ്ടല്ലേ? അപ്പോൾ ഇതിനകത്ത് നല്ല പൈസ ഇതിനെ ചികിത്സിക്കാവും. 3,70,000. സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ ഇപ്പം? ഇല്ല, സംസാരിക്കണമെന്ന് തന്നെ പറഞ്ഞത്. സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നാശത്തിന് വരുള്ളൂ. ഒരിക്കലും അങ്ങനെ ചിന്തിക്കുകയും ചെയ്യരുത്. ഒരിക്കലും ചെയ്യരുത്. നമുക്ക് നമ്മളെ ജീവൻ തന്ന ദൈവത്തിനുള്ള അധികാരം ജീവൻ എടുക്കാനുള്ളത്. നമുക്ക് അങ്ങനെ ചിന്തിക്കുകയും ചെയ്യരുത്.